20 വർഷം എന്നോടൊപ്പമുള്ള സഫാരിക്ക് നല്ല ഒരു വിടവാങ്ങൽ കൊടുക്കാനായി ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. പാഞ്ചാലിമേടിലേക്കും പരുന്തുംപാറയിലേക്കും. എൻ്റെ അമ്മയോടും സഫാരിയോടുമൊപ്പം പലതവണ ഞാൻ പരുന്തുംപാറയിൽ പോയിട്ടുണ്ട്. 2 വർഷം മുൻപേ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എല്ലാ യാത്രകളും നിർത്തി എന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ചെറി എന്ന ചിവാവ വന്നു. അങ്ങനെ ഞാൻ വീണ്ടും ജീവിതത്തിൻ്റെ താളം കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ അനന്തരവളായ നൈഷുവും പിന്നെ ചെറിയും. ഇത് ചെറിയുടെ ആദ്യത്തെ ലോങ് ഡ്രൈവാണ്. ഇനി ചെറിയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഒരു ഇത്തിരി കിബിൾസ് പൊടിച്ചത്, ഒരു ഇച്ചിരി ചിക്കൻ സ്റ്റീം ചെയ്തത്, പിന്നെ ഒരു ഇച്ചിരി മത്തങ്ങ വേവിച്ചത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി യാത്രയ്ക്ക് വൻ ചെറിയുടെ പീപ്പാട്, പിന്നെ ക്യാമറ, ബാഗിനകത്ത് കുറേ ക്യാമറ ഐറ്റംസ് ഒക്കെ എടുത്തു. തുറന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മടി കാരണം പിന്നെ അടച്ചു. പിന്നെ ആ ഒരു ഭയങ്കര ട്രൈപോഡ്, ഒരു കുട, മഴക്കാലമാണ്. ഇതൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ. ചെറിയ ആദ്യമേ തന്നെ ഡ്രൈവിംഗ് സീറ്റ് പിടിച്ചു. അവളുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഞാൻ അവളെ വിട്ട് എവിടെയെങ്കിലും പോകുമെന്നുള്ളതാണ്. എപ്പോഴും അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കണം. മാത്രമല്ല, ഞാൻ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ നേരെ എൻ്റെ മടിയിൽ കയറിയിരിക്കണം. എവിടെയെങ്കിലൊക്കെ ഞാൻ ഇവളെയും കൊണ്ട് പോകുമ്പം ഈ അടുത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവൾ മിക്കപ്പോഴും എൻ്റെ മടിയിൽ കയറിയിരിക്കും. പിന്നീട് അതെല്ലാവർക്കും ഒരു സേഫ്റ്റി റിസ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പം അവളെ നമ്മൾ പുറകിലിട്ടങ്ങ് തട്ടും. പക്ഷേ പുറകിലാണെങ്കിലും പിന്നീട് അവളുടെ ഫുൾ ട്രിപ്പിലെ ജോലി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ ഈ നാട്ടിൽ ആ പെറ്റ് സേഫ്റ്റി വൈൽ ട്രാവലിംഗ് അത്ര സ്ട്രോങ് ഒന്നുമല്ല. എന്തായാലും നമ്മൾ ചെറിയൊരു ഹാർനസൊക്കെ അണിയിച്ച് പുറയിലേക്ക് വിട്ടു. വീട്ടിനുള്ളിൽ അവളെ ഹാർനസ് ഇടിക്കാത്തത് കൊണ്ട് അവൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് E20 പെട്രോളിനെ കുറിച്ച് അധികം ഓർത്ത് ബേജാറാവണ്ട. ചെറിയ ആസ് യൂഷ്വൽ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് നമ്മുടെ പത്തനംതിട്ടയിലെ അബാൻ മേൽപ്പാലം. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയുള്ള ഒരു പാലം. കൂടുതൽ പറഞ്ഞാൽ അത് പൊളിറ്റിക്സ് ആവും. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഞങ്ങളങ്ങനെ പല ചെറിയ ടൗണുകളും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ചെറിയ അവിടെ കിടന്ന് എന്തൊക്കെയോ ക്യൂട്ട്നെസ് വാരി വിതറുന്നു. എൻ്റെ അടുത്ത് വന്ന് മടിയിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ചെറിയുടെ ഡ്രാമയൊക്കെ പുറകിലത്തെ സീറ്റിൽ കിടന്ന് അരങ്ങേറുകയാണ്. സാധാരണ കുറച്ചു നേരം അവളിങ്ങനെ കിടന്ന് അലുകുലത്തുണ്ടാക്കുമ്പം നമുക്ക് പാവം തോന്നി അവളെ നേരെ ഫ്രണ്ടിലേക്ക് അങ്ങ് വരുത്തും. ഇന്ന് ഞാൻ തീരുമാനിച്ചു, ചെറിയ അവിടെ കിടന്ന് എന്തൊക്കെ നാടകം കാണിച്ചാലും ഞാൻ അവളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന്. കാരണം സേഫ്റ്റിയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെറിയ തൽക്കാലം അവിടെ അങ്ങ് സെറ്റിൽ ചെയ്തു. ഇനി നമ്മുടെ സീനിക് ഡ്രൈവ് അങ്ങ് തുടങ്ങിയേക്കാം. എന്താ, ഒരുവല്ലേ? ഇവിടങ്ങളിൽ ഇപ്പോൾ തന്നെ വീടുകളായി തുടങ്ങി. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെ വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയായി മാറുമെന്നതിൽ ഒരു സംശയമില്ല.
ദീർഘദൂര യാത്ര കൊണ്ടാണോ എന്നറിയില്ല, ചെറിയ അല്പം അവശയാണെന്ന് തോന്നുന്നു. നാക്കെല്ലാം പുറത്തിട്ട് ദാഹിക്കുന്നുണ്ടോ ആവും. ചോദിക്കാനും പറ്റില്ലല്ലോ. ആരോട് ചോദിക്കാൻ, എങ്ങനെ ചോദിക്കാൻ? ഇതിനിടയിൽ എപ്പോഴോ ചെറി 2 സീറ്റുകളിടയിലുള്ള ഗ്യാപ്പിൽ വന്ന് അവളുടെ സ്ഥാനം അങ്ങ് ഉറപ്പിച്ചു. അവളുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും നമ്മളടുത്ത് വരുമെന്നുള്ളതാണല്ലോ. എന്തായാലും അത് അങ്ങനെ നടത്തി അവൾ. നമ്മളങ്ങനെ എരുമേലി ജംഗ്ഷനിലെത്തി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ ഒരു മനോഹരമായൊരു പുഴക്കരയിൽ എത്തി. വണ്ടി നിർത്തി. അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഒരു ഹോട്ടൽ. ദേ അവിടെ ഒരു ചേട്ടൻ എന്തോ ചെയ്യുന്നു. മീൻ പിടിക്കുകയാണോ എന്തോ ആയിക്കോട്ടെ. ചെറി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആകെ റെസ്റ്റ്ലെസ് ആണ്. ദേ അവൾ ഇവൻ എപ്പോഴാണോ ഇനി തിരിച്ച് കയറി വരുന്നതെന്നുള്ള ഒരു ചിന്തയിലാണ് അവളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഹോട്ടലിൽ കയറി 2-3 പെറോട്ടയും ഒരു ബീഫ് കറിയും വാങ്ങി മന്ദം കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചെറിയ എന്നെ കണ്ടു. ഉടനെ തന്നെ അവൾ ചാടിപ്പറഞ്ഞു വരുന്നത്. ഇനി അവളെ ഒന്ന് മെരുക്കണം, കാരണം നൈഷു പുറത്താണ്. ദേ അവളുടെ ഹാർനസ്സൊക്കെ ഒരു എൻ്റെ ദൈവമേ. നൈഷുവിൻ്റെ ഫേവറേറ്റ് ഫുഡായ പൊറോട്ടയും ബീഫും എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. പാവം ചെറിയ മാനേജ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി. പാവം നൈഷുവാണ് കുറേ നേരമായി ചെറിക്ക് കമ്പനി കൊടുക്കുന്നത്. പാഞ്ചാലിമേട്ടിലേക്കുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സീനിക് ഡ്രൈവാണ്. ഇടതുവശത്തു നിന്ന് മലയൊക്കെ ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പലയിടത്തും പാറയൊക്കെ അങ്ങനെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴെ വന്ന് കിടപ്പാണ്. So much trouble in the world today. It's so hard to get ahead, yeah. Wishing my worries won't just go away. Nothing seems to clear my weary head. I take a drink after work, maybe a smoking too. Only leaves me wanting more. Need something real that can satisfy me. Look who just walked through the door. When I'm alone with you, everything is alright. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട്ടിലെത്തി. കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി അവിടുത്തെ മലനിരകളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നീട് പാഞ്ചാലിമേട് കീഴടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗ്രീസിലെ പാർത്തനോൺ പോലുള്ള ഒരു കെട്ടിടത്തിന് മുന്നിലെത്തി. ഗ്രീക്ക് പടയാളികൾക്ക് പകരം അവിടെ കുറേ ബംഗാളികളെ കണ്ടു. പാഞ്ചാലിമേട്ടിൽ മഴയായതുകൊണ്ട് നൈഷുവും ചെറിയും കാറിൽ തന്നെ ഇരുന്നു. ഇവിടെ
ഇവിടെ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ദേ വരുന്നത് ഒരു സുന്ദരക്കുട്ടൻ. ഞങ്ങൾ കണ്ണിൽ നോക്കി പരസ്പരം പ്രശ്നക്കാരല്ലെന്ന് തോന്നിയപ്പോൾ അവൻ്റെ പാട്ടിന് പോയി, ഞാനെൻ്റെ യാത്രയും തുടർന്നു. പ്രിയദർശൻ്റെ സിനിമയുടെ പാട്ട് സീനിൽ നിന്ന് ചാടി വന്ന ഏതോ ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ചുമന്ന ഒരു കുടയും ചൂടി ഈ മഴയത്ത് അവരവിടെ ഇരിക്കുകയാണ്. സർക്കാർ ഭൂമിയിൽ ആരാണോ ഈ കുരിശുകൾ കൊണ്ട് നാട്ടിയിരിക്കുന്നത്, അവർ ചെയ്തത് തികച്ചും അശ്ലീലമാണെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ മലയിറക്കം ആരംഭിച്ചു. ഇനി മുകളിലോട്ട് പോകാൻ വയ്യ. ആഹാ, ഇവനിവിടെ ഉണ്ടായിരുന്നോ? ഇവൻ ലോ ലവനാണോ? അവൻ്റെ കണ്ണിലൊരു പരിചയഭാവം. പ്രതീക്ഷിച്ചതുപോലെ ചെറിയ നോക്കത്താ ദൂരത്തേക്ക് കണ്ടെന്നിട്ട് എന്നെ നോക്കിയിരിക്കുന്നു. പാവം. ഞാനൊരു ഫോൺ ചെയ്യുന്ന തക്കം നോക്കി ചെറി ചാടി എൻ്റെ മടിയിൽ കയറി. ഇനി ഞങ്ങൾ നേരെ പരുന്തുംപാറ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഞങ്ങൾ പരുന്തുംപാറയിലെത്തിയപ്പോൾ നല്ല മഴ. കുറച്ചു നേരം വണ്ടിയിൽ തന്നെ ഇരുന്ന് മഴ കുറഞ്ഞപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സ്ഥലങ്ങൾ എന്നിൽ സെൻറ്റിമെൻറ്റ്സ് ഉണർത്തുന്നതാണ്. അമ്മയോടൊപ്പം പലതവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അമ്മയുടെ ഓർമ്മകൾ. പരുന്തുംപാറ തികച്ചും അപകടകരമായ ഒരു പ്രദേശമാണ്. ഫെൻസിനുള്ളിൽ നിന്ന് കണ്ട് എല്ലാ ഭംഗിയും ആസ്വദിക്കാം. ഫെൻസൊന്ന് കടന്നാൽ എവിടെ എത്തുമെന്ന് ആർക്കും അറിയില്ല. മഴയായതുകൊണ്ടാകാം ഇന്നിവിടെ അധികമാരെയും കാണുന്നില്ല. പരുന്തുംപാറയിലെയും പ്രതികൂല കാലാവസ്ഥ കാരണം ചെറിയും നൈഷുവും നമ്മുടെ സഫാരിയിൽ തന്നെ അവരുടെ സമയം ചിലവഴിച്ചു. ചെറിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എൻ്റെ താഴത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു. വഴുതലുണ്ടോയെന്നറിയില്ല, തെന്നി വീണാൽ എവിടെയൊക്കെ എത്തുമോ ആവും. താഴെ ഇറങ്ങി വന്നപ്പോൾ തന്നെ നൈഷു എന്നെ ഓടിച്ചു വിട്ട് ചേട്ടൻ്റെ കടയിൽ പോയി ഏതോ കുമള വരുന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഞാനങ്ങനെ അവിടെ ചെന്നു. അവിടെ ഉപ്പിലിട്ട് എന്തൊക്കെയോ അച്ചാറുകൾ എന്നെ മാടി വിളിച്ചു. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ അതിനോട് നോ പറഞ്ഞു. പിന്നെ നൈഷുവിന് വേണ്ടുന്ന ബബിൾ കുന്ത്രോണവും വാങ്ങി തിരിച്ച് ഞാൻ പോയി. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. അടുത്ത തവണ ഇവിടെ വരുന്നത്
ഒരുപക്ഷെ ജിമ്നിയിലായിരിക്കാം. വഴിയിലാകെ കോടമഞ്ഞാണ്. വിസിബിലിറ്റി വളരെ കുറവാണ്. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിച്ച് പോയാൽ ഞങ്ങൾക്ക് കൊള്ളാം. മഴ കാരണം ക്യാമറ ബാഗ് തുറന്നതുമില്ല, ഫോട്ടോയൊന്നും എടുത്തതുമില്ല.